ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരി വെച്ചൊരു ധാവണി ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു പ്ലെയിൻ സെറ്റ് സാരിയാണ്, ബോർഡർ മാത്രം കസവ് വരുന്നതുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്ലൗസിന് വേണ്ടിയിട്ട് അജ്രക്ക് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് അജ്രക്ക് മെറ്റീരിയൽ, 1.5 മീറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1.5 മീറ്ററിൻ്റെ ആവശ്യമില്ല. അജ്രക്ക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല വീതിയുള്ള തുണിയാണ്, അപ്പോൾ 1 മീറ്ററൊക്കെ മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ തയ്ക്കുന്ന മോഡലാണെങ്കിൽ നിങ്ങൾ 1.5 മീറ്റർ തന്നെ എടുക്കണം. അതായത് നമ്മുടെ പാവാടയിലും ഷോളിലൊക്കെ നമ്മുടെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഷോളിന് വേണ്ടിയിട്ട് നമ്മൾ സാരിയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പം ഷോളിൻ്റെ ഇറക്കം എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അവളുടെ ഷോളിൻ്റെ ഇറക്കം അവൾക്ക് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാരിയിൽ. അപ്പോൾ ആ മാർക്കിങ് ഇതുപോലെ ഞാൻ മടക്കിയിട്ട് ഷോള് കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം മിച്ചം വരുന്ന എത്രയാണ് ആ തുണി വെച്ച് നമ്മൾ പാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സാരി എന്ന് പറയുന്നത് 5.5 മീറ്ററാണ് നമുക്ക് ഈ സാരി വരുന്നത്. അപ്പം ഏകദേശം ഒരു 2 മീറ്റർ അടുത്താൽ നമ്മൾ തുണി കട്ട് ചെയ്തിട്ടുള്ളൂ. 2 മീറ്റർ തികച്ചെടുത്തിട്ടില്ല. ഹൈറ്റ് അനുസരിച്ച് ഞാൻ പറഞ്ഞു വ്യത്യാസം വരുമെന്ന്. അപ്പോൾ അത് കറക്റ്റ് മാത്രമാണ് നമ്മൾ ഷോളിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഷോളിൻ്റെ പീസ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള തുണി നമ്മൾ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ പാവാടയ്ക്ക് ഇറക്കം മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാവാടയ്ക്ക് മിച്ചമുള്ള സാരിയുടെ തുണി നമ്മൾ കറക്റ്റായിട്ട് ലെവലിന് വെക്കണം. അപ്പോൾ സാരി ഉടുത്തുടുത്ത് അതിൻ്റെ കസവിൻ്റെ പാർട്ടൊക്കെ ചുളുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ചുളിവുള്ള പാർട്ട് മുകളിലോട്ടിരിക്കട്ടെ. അപ്പോൾ ഏറ്റവും അടിഭാഗത്ത് നല്ലപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ലെവലിന് തന്നെ കിട്ടും. ഇനി പാവാടയുടെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബെൽറ്റിൻ്റെ ഇറക്കം കുറച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പാവാടയുടെ അടിഭാഗത്തോട്ടുള്ള ഇറക്കം മാർക്ക് ചെയ്യാവുള്ളൂ. ഇല്ലേ ബെൽറ്റും കൂടെ ആകുമ്പോൾ പാവാടയ്ക്ക് ഒരുപാട് ഇറക്കം മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ ഇത് മാർക്ക് ചെയ്തേക്കുന്നത് 38 ഇഞ്ചാണ് ഇറക്കം മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതേ രീതിയിലാണ് നമ്മൾ പാവാട കട്ട് ചെയ്യുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് വീതിയുള്ള ബെൽറ്റ് ആകുമ്പോഴത്തേക്ക് ടോട്ടൽ 40 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പം ഇതേ രീതി മടക്കി വരുന്നത് കസവ് ഫ്രണ്ടിൽ വരുന്ന രീതി വേണം ബെൽറ്റിന് കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള തുണി അകത്തും വരും. അപ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഇവിടെ എടുക്കുന്നത് 32 ഇഞ്ചാണ്. അതിൻ്റെ നേർപകുതിയായി 16 ഇഞ്ച്, അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ കൂട്ടിയാണ് നമ്മൾ എടുക്കുന്ന വേസ്റ്റ് അളവെന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബാക്ക് പീസാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ തുണി നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ നമ്മളൊരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് അളവെന്ന് പറയുമ്പോൾ 32 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവെന്ന് പറയുന്നത്. കൈക്കുഴി നമ്മൾ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്ത് 6 ഇഞ്ചിൽ നിന്ന് നേരെ താഴത്തോട്ട് കൈക്കുഴി 6 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടുന്ന് നേരെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് അളവ് 8 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് 32 4 ഭാഗിക്കുമ്പോൾ 8. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. കഴുത്തിൻ്റെ വിരിവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ബാക്കിലാണ് വീനക്കാണ് വെക്കുന്നത്, അവിടെയാണ് ഹുക്ക് വെക്കുന്നത്. അപ്പം 2 സൈഡിൽ ഹുക്ക് വെക്കുന്നിടയ്ക്ക് 4 ഇഞ്ച് അടിച്ചു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ കഴുത്തിൻ്റെ വിരിവ് എത്രയാണ് വെക്കുന്നതിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് കൂട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലേ കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത് കുറയും. അതുപോലെ തന്നെ ഷേപ്പിലും വ്യത്യാസം വരും. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഹുക്ക് എവിടെയാണ് വെക്കുന്നത് ആ ഒരു സൈഡിൽ കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത് 1/2 ഇഞ്ച് നമ്മൾ കൂട്ടി വേണം വെക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കഴുത്തിന് വീനക്കാണ് ബാക്കിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളവിടെ ക്യാൻവാസ് പീസാണ് ചെയ്യുന്നത്. ഇനി ബ്ലൗസിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 16 ഇഞ്ചാണ് വെക്കുന്നത്. അപ്പോൾ 16 ഇഞ്ചെന്ന് പറയുമ്പോൾ മുകളിലത്തെ ഷോൾഡർ അടിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ബ്ലൗസിൻ്റെ ഇറക്കം കുറയുന്നതാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയതിന് ശേഷം മാത്രമാണ് ബ്ലൗസിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ അളവ് നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 28 28ൻ്റെ 4/1 കണ്ടപ്പോൾ നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യുന്നത് ബാക്കിൽ നമ്മൾ ടക്ക് ഇടുവാണെങ്കിൽ ബ്ലൗസിന് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം നേരെ മുകളിലോട്ട് ഒരു 5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടക്കിങ് ഒക്കെ ഞാൻ ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ലൈൻ വരച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വീതിയിൽ വലത്തോട്ടും ഇടത്തോട്ടും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം അത് ടക്കടിക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിൽ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുന്നതായിരിക്കും.
ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗം കുഴിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റും താഴെ മാർക്ക് ചെയ്ത നമ്മുടെ എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തല്ലോ, അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കണം. ഇനി കൈക്കുഴിയാണ്. അപ്പോൾ കൈക്കുഴി നിങ്ങൾ ബാക്കിൽ നമ്മൾ ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഫ്രണ്ടിലെ ചെയ്യുമ്പോൾ കൈ കുഴിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ചെയ്തില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണേലും കുഴിച്ച് വരച്ചതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം, നെക്ക് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ബാക്കി ഭാഗമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ 1 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടക്കിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നത്. പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ ആസ് യൂഷ്വൽ ബാക്കിൽ എടുത്ത പോലെ ഷോൾഡർ എടുക്കണം. അതുപോലെ തന്നെ കൈക്കുഴി, വേസ്റ്റ് അളവ്, ചെസ്റ്റ് അളവ് എല്ലാം നമ്മൾ ബാക്കിൽ എങ്ങനെയാണോ എടുത്തത് അതേ അളവ് തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത് നമ്മൾ 4 ഇഞ്ചാണ് വെക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ കഴുത്തെന്ന് പറയുന്നത് ഇറക്കം നമ്മൾ 6 ഇഞ്ചാണ് വെക്കുന്നത്, വിരിവ് നമ്മൾ 4 ഇഞ്ചാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കഴുത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പോലെ വന്നിട്ട് അടിഭാഗത്തോട്ട് വി വരുന്ന രീതിയിലാണ് നമ്മളോട് ഫ്രണ്ട് നെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അത് നമ്മൾ ക്യാൻവാസിൽ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ചെസ്റ്റ് അളവും വേസ്റ്റ് അളവൊക്കെ മാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും കൈക്കുഴി എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിൻസസ് കട്ടാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 3.5 ഇഞ്ച് വേസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ടേപ്പ് ഇതുപോലെ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴത്തോട്ട് ഒരു 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ 10 ഇഞ്ചാണ് നമ്മൾ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ചെറുതായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കണം. ഇനി ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ മുകളിലോട്ട് നമ്മളൊരു 6 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിടും. അത് പ്രത്യേകിച്ച് കണക്കില്ല, നമ്മൾ മുകളിൽ നിന്ന് 10 ഇഞ്ച് എത്രയാണോ മാർക്ക് ചെയ്യുന്നത് ആ പോയിന്റ് നമ്മൾ അടിഭാഗത്ത് മാർക്ക് ചെയ്ത 3.5 ഇഞ്ചിന് നേരെ ജോയിൻ ചെയ്യണം. അപ്പോൾ അത് എത്രയാണ് ഓരോരുത്തർക്കും ചിലപ്പോൾ ബ്ലൗസിൻ്റെ ഇറക്കം അനുസരിച്ച് വേരി ചെയ്യും. അതിനുശേഷം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ നീക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെരിച്ച് നമ്മൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ആ പോയിന്റിലോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വേസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത 3 ഇഞ്ചിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ അതൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റിനൊക്കെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ വീണ്ടും 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. കാരണം നമ്മളവിടെ 2 ഇഞ്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് 2 ഇഞ്ച് അടിഭാഗത്ത് നമ്മൾ കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. കാരണം നമ്മളവിടെ ആ പീസ് കൂട്ടിയടിക്കുമ്പോഴത്തേക്ക് നമുക്ക് 1/2 ഇഞ്ച് നമുക്കവിടെ കുറയും. അതുകൊണ്ടാണ് നമ്മളവിടെ 1 ഇഞ്ച് കൂട്ടിയെടുക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റും താഴെ മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഏറ്റവും അടിഭാഗത്തുനിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് ഇതുപോലെ കയറ്റി വരച്ച് കൊടുത്തതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ അത് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്രണ്ട് പീസ് കൂട്ടിയടിച്ച് കഴിയുമ്പോൾ ലെവലിന് ഇരിക്കത്തുള്ളൂ. ഇല്ല നമ്മൾ ആ 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാത്ത കളയാത്ത പക്ഷം അത് നമുക്ക് ഷേപ്പ് തന്നെ വേരി ചെയ്യും. അതായത് 2 സൈഡിലും തൂങ്ങിയിട്ട് മുകൾ ഭാഗം കയറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റി കട്ട് ചെയ്തതിന് ശേഷം എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഫ്രണ്ടിലെ പാർട്ടിൽ കൈ കുഴിച്ച് വരയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും നമ്മൾ കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ലൈനിങ്ങിൻ്റെ നമ്മൾ ഫ്രണ്ടും ബാക്ക് പീസും കട്ട് ചെയ്തതിൻ്റെ മിച്ചം വന്ന തുണിയാണ് ഈ ഒരു തുണി. അപ്പോൾ ഇതിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്ലീവിന് ലൈനിങ് ഒക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ മിച്ചം വന്ന തുണി നമ്മൾ ഇതുപോലെ കറക്റ്റ് ലെവലിന് മടക്കിയതിന് ശേഷം നമുക്കത് ആദ്യമേ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മളിവിടെ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 11 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏറ്റവും അടിഭാഗത്ത് മടക്കി അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറുമായിട്ട് കൂട്ടിയടിക്കുന്നുണ്ട്. അപ്പോൾ 11 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 9.5 ഇഞ്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കാണത്തുള്ളൂ, ഇല്ലെങ്കിൽ 10 ഇഞ്ചൊക്കെ. ഇനി അടിഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എക്സ്ട്രാ നമ്മളൊരു 1 ഇഞ്ചും കൂടെ കൂട്ടി 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇനി കുഴിയുടെ ഭാഗം കുഴിച്ച് വരയ്ക്കാനായിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടേപ്പ് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാർക്ക് ചെയ്യണം. അപ്പോൾ അത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നേർപകുതി കണ്ടതിന് ശേഷം ഒരു ഭാഗം നമ്മൾ കുഴിച്ചും മറുഭാഗം നമ്മൾ ഇതുപോലെ കയറ്റിയും വരച്ച് കൊടുക്കണം. ഇനി നമ്മൾ
ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നു. ആ പോയിന്റും ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി നമ്മളത് ഈ ഒരു സമയത്തും വെട്ടാം, ഇല്ലെങ്കിൽ നിങ്ങൾ തയ്ക്കേണ്ട സമയത്ത് ഫ്രണ്ട് ഭാഗം വരുന്ന സൈഡ് കുഴിച്ച് കട്ട് ചെയ്യുമെങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നല്ല തുണിയുടെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ആയിക്കോട്ടെ, നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും എല്ലാം നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സ്ലീവ് എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് മിച്ചം തുണി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്ലൗസിന് തയ്ക്കാനായിട്ട് 1.5 മീറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ പാർട്ടെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാവാടയുടെ അടിഭാഗത്ത് കസവിൻ്റെ മുകളിൽ ഒരു 6 ഇഞ്ച് 5 ഇഞ്ച് വീതിയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഷോളിൻ്റെ മുന്താണിയുടെ ഭാഗത്തും അടിഭാഗത്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ അത് പാർട്ട് 2 വീഡിയോ ആയിട്ട് കാണാം.